ഷനൂബിയാർ, ഇത് ഏതെങ്കിലും തരത്തിൽ എന്താണ് പ്രണയം, ആ, പല പ്രണയങ്ങൾ കിടപ്പറവങ്കടലൊന്നുമല്ല. ഇതൊരു ക്രൂരനായ മനുഷ്യന്റെ രാക്കാല സംഭാഷണങ്ങളാണ്. അല്ലെങ്കിൽ ഒരു ക്രൂരനായ മനുഷ്യൻ ഗർഭിണിയായ ഒരു സ്ത്രീയോട്, ഒരു സ്ത്രീയോടെന്നല്ല, ഒരു മനുഷ്യനോട് പോലും സംസാരിക്കരുതാത്ത രീതിയിലുള്ള അങ്ങേയറ്റം മനസാക്ഷി വിരുദ്ധമായ, അങ്ങേയറ്റം എന്താണ് മനുഷ്യത്വ വിരുദ്ധമായ ഒരാളുടെ, ഒരു സാമൂഹ്യ വിരുദ്ധനെന്ന് സംശയിക്കപ്പെടുന്ന ഒരാളുടെ ശബ്ദമാണ്. ഇനിയും കോൺഗ്രസിന് ഇയാൾ MLA സ്ഥാനത്ത് തുടരണോ വേണ്ടേ എന്നതിൽ കൺഫ്യൂഷൻ എന്തിനാണ് ഷനൂബിയാർ? ഹാഷ്മി, ഈ നിമിഷത്തിലും രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസിൻ്റെ MLA ആണ്, നിയമസഭാ കക്ഷി അംഗമാണ്. ഇന്നലെ വരെ രാഹുൽ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റായിരുന്നു. ഇപ്പോൾ സംസ്ഥാന പ്രസിഡൻ്റല്ല. രാഹുൽ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റായിരുന്ന സന്ദർഭത്തിൽ കോൺഗ്രസ് അണികളുടെ വലിയ പിന്തുണ കിട്ടിയിട്ടുള്ള ആളാണ്. അത് രാഹുലിന് കിട്ടിയ രാഷ്ട്രീയമായ പിന്തുണയാണ്. രാഹുലിനെ രാഷ്ട്രീയമായി എതിരാളികൾ ആക്രമിച്ച സന്ദർഭങ്ങളിലെല്ലാം പാർട്ടി പ്രവർത്തകർ ചേർത്ത് പിടിച്ചിട്ടുണ്ട്. ഇതൊക്കെ രാഷ്ട്രീയമായ പിന്തുണയാണ്. രാഹുൽ കോൺഗ്രസിൻ്റെ രാഷ്ട്രീയം പറയുമ്പോൾ കോൺഗ്രസ്സുകാർ, കോൺഗ്രസിനെ സ്നേഹിക്കുന്ന ആളുകൾ രാഹുലിനെ പിന്തുണയ്ക്കും. ഇതൊന്നും ഒരു ബ്ലാങ്ക് ചെക്കല്ല. രാഹുലിൻ്റെ കാര്യത്തിലല്ല, ആരുടെ കാര്യത്തിലായാലും എന്തും ചെയ്യാനുള്ള ബ്ലാങ്ക് ചെക്കായി ഇതിനെ കാണേണ്ടത് ില്ല. ഇത് രാഹുൽ എന്നല്ല ഒരു വ്യക്തിയുടെയും സ്വകാര്യ ജീവിതത്തിൻ്റെ ഭാരം, സ്വകാര്യ ചെയ്തികളുടെ ഭാരം ഒരു സംഘടനയും വഹിക്കേണ്ടതില്ല എന്നുള്ളത് തന്നെയാണ് കോൺഗ്രസിന്റെ നിലപാട്. രാഹുൽ അദ്ദേഹത്തിന്റെ സ്വകാര്യ ജീവിതം മാത്രമല്ല, ഈ കോൺഗ്രസ് കൊടുത്ത, യൂത്ത് കോൺഗ്രസ് കൊടുത്ത അധ്യക്ഷ പദവി, കോൺഗ്രസ് കൊടുത്ത MLA സീറ്റ്, അതിൽ വിജയിപ്പിക്കാൻ കോൺഗ്രസ് നടത്തിയ കഠിനാധ്വാനങ്ങൾ, ഷാഫി പറമ്പിലിന്റെ വിശ്വാസം, VR അനൂപ് അടക്കമുള്ളവർ കൊടുത്ത പിന്തുണ ഒക്കെ ദുരുപയോഗം ചെയ്യുകയായിരുന്നില്ലേ? നിങ്ങളെയൊക്കെ വഞ്ചിക്കലായിരുന്നില്ലേ? VR എന്റെ ചോദ്യം അതൊന്നുമല്ല. എന്റെ ചോദ്യം, ഇനിയും ഇയാൾ MLA സ്ഥാനത്ത് ഇരിക്കണോ, പുറത്തേക്ക് കൊണ്ടുപോകണോ എന്ന കാര്യത്തിൽ കോൺഗ്രസിന് കൺഫ്യൂഷൻ എന്തിനാണ്? ഒരു കൺഫ്യൂഷനില്ല ഹാഷ്മി, ഞാൻ അതിലേക്ക് വരാം, ഞാൻ ചർച്ചയിലേക്ക് വരാം. ഞങ്ങളുടെ നിലപാട് വളരെ വ്യക്തമാണ്. ഞങ്ങളെ സംബന്ധിച്ച് ഇത് പബ്ലിക് ഡൊമൈനിൽ ഇത്തരമൊരു ചർച്ച വന്ന സന്ദർഭത്തിൽ ഒരു പരാതിക്കാരി പേര് പോലും പറയാതെ ചില സൂചനകൾ മാത്രം നൽകിയ സന്ദർഭത്തിൽ UDFന്റെ പാർലമെന്ററി പാർട്ടിയുടെ ചെയർമാൻ, കോൺഗ്രസിൻ്റെ നിയമസഭാ കക്ഷിയുടെ നേതാവ് VD സതീശൻ, നിയമസഭാ കക്ഷിയായ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിലൊരു നിലപാട് പറഞ്ഞു. ഏത് ഉന്നതനായ നേതാവായാലും സംരക്ഷിക്കാൻ നിൽക്കില്ല എന്ന് മാത്രമല്ല, രാഷ്ട്രീയമായ ഉത്തരവാദിത്വത്തിൽ നിന്ന് അദ്ദേഹം ഒഴിവാക്കപ്പെട്ടിരിക്കുന്നു. പാർട്ടി നടപടി എടുത്തിരിക്കുന്നു എന്ന് മാത്രമല്ല, പോലീസ് ആ സമയത്ത് FIR ഇട്ടിട്ടില്ല. ഇപ്പോൾ വനിതാ കമ്മീഷന്റെ കേസെടുത്തിട്ടുണ്ട്, ബാലാവകാശ കമ്മീഷൻ കേസെടുത്തതായ വാർത്തകൾ വരുന്നുണ്ട്. ഞങ്ങൾ ഒരിക്കലും വനിതാ കമ്മീഷൻ ഓഫീസിലേക്ക് മാർച്ച് നടത്തില്ല ഹാഷ്മി. ഞങ്ങൾ ഒരിക്കലും എന്റെ ചോദ്യം അതൊന്നുമല്ല. എന്റെ ചോദ്യം ഈ പറഞ്ഞ കേസോ സാങ്കേതികതയോ അതിന്റെ അന്വേഷണമോ ഒന്നുമല്ല. ഈ പുറത്തു വരുന്ന ശബ്ദ സന്ദേശങ്ങൾ, അതിൽ സംസാരിക്കുന്ന രാഹുലല്ല. ഞാൻ പറയുന്ന ഈ പുറത്തു വരുന്ന 100,000 ചാറ്റുകൾ പോട്ടെ, അല്ലെങ്കിൽ ഈ പറഞ്ഞ എന്താണ് മെസ്സഞ്ചറിലേക്ക് രാക്കാലങ്ങളിൽ പോയി പ്രായം നോക്കാതെ അയക്കുന്ന ഈ പറഞ്ഞ സന്ദേശങ്ങൾ പോട്ടെ, ഈ പുറത്തു വരുന്ന ശബ്ദ സന്ദേശങ്ങൾ, ഇന്നലെയും ഇന്നുമായി പുറത്തു വരുന്ന ഈ പറയുന്ന ഓഡിയോ ക്ലിപ്പുകൾ രാഹുലിൻ്റെതല്ല എന്ന നിലപാട് VR അനൂപിനുണ്ടോ? ഇല്ലല്ലോ. അങ്ങനെയെങ്കിൽ അത് പറയുന്നത് രാഹുലാണ്. രാഹുൽ ഇതുവരെ പറയുന്നത്, ഇന്നിപ്പോൾ അവിടെ വാർത്താ സമ്മേളനം വിളിച്ചു റദ്ദാക്കുകയും ചെയ്തു. അത് കൗണ്ടർ ചെയ്യാൻ കഴിയില്ല എന്നറിയുന്നതുകൊണ്ടാണല്ലോ ആ റദ്ദാക്കൽ. പക്ഷെ VR അനൂപ് എത്രത്തോളം ഒരു മനസാക്ഷി വിരുദ്ധനായ ഒരാളാണ് പാലക്കാട് MLA ആക്കി വെച്ചിരിക്കുന്നത്. കഴുത്തിന് പിടിച്ച് പുറത്താക്കാൻ നിങ്ങൾ തയ്യാറാവണമെന്ന് ഒരു ദിവസം വൈകാതെ VR അനൂപ്. തീർച്ചയായും ഇത്തരം പ്രശ്നങ്ങളെ മുൻവിധികളോടുകൂടി സമീപിക്കാൻ ഞങ്ങൾ തയ്യാറല്ല. ഞങ്ങൾ അതിൽ ഇരകളാക്കപ്പെട്ട മനുഷ്യരോട് അനുഭാവപൂർണമായ സമീപനം അവരെ കേൾക്കണമെന്ന് തന്നെയാണ്. രാഹുൽ ഗാന്ധിയുടെ മനുഷ്യാന്തസ്സിന്റെ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കാൻ ബാധ്യതപ്പെട്ട ആളുകളാണ് ഞങ്ങളെന്ന തിരിച്ചറിവോടുകൂടി തന്നെയാണ് ഹാഷ്മി ഞാൻ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ഇവിടെ ഇരകളായ മനുഷ്യർ, അത് ട്രാൻസ്ജെൻഡർ ആയാലും വനിതകളായാലും, അവർ അനുഭാവപൂർവ്വം കേൾക്കും. ഇന്ന് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് പരസ്യമായി പറഞ്ഞത് കേട്ടതല്ല. അവരെ അപഹസിക്കാൻ പാടില്ല, അവരെ അപമാനിക്കാൻ പാടില്ല. സൈബർ കൂട്ടങ്ങൾ മാത്രമല്ല, അത് ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാരായാലും അവർക്കെതിരെ പറഞ്ഞാൽ പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആണെങ്കിൽ ഇൻകറക്റ്റ് ആണെന്ന് തന്നെ പറയും. ഞങ്ങളെ സംബന്ധിച്ച് വളരെ കൃത്യമാണ്. രാഷ്ട്രീയമായി ഇതിൽ രാഷ്ട്രീയ ആരോപണമാണെന്ന കാര്യത്തിൽ കോൺഗ്രസിന് ഏതെങ്കിലും തരത്തിൽ സംശയമില്ല. അത് രാഷ്ട്രീയ ആരോപണം അല്ലെന്നുള്ളതും ഇതൊക്കെ വസ്തുതകളാണെന്നുള്ളതും പുറത്തു വരുന്നതിനേക്കാൾ കൂടുതൽ മലവെള്ളം പോലെ ഇനിയും പുറത്തു വരാനിരിക്കുന്നു എന്നുള്ള കാര്യമൊക്കെ കോൺഗ്രസിന് വളരെ നന്നായി അറിയാം. അതിപ്പോൾ ഈ പറഞ്ഞ റിനി ആൻ ജോർജ് എന്ന് പറഞ്ഞ സിനിമാ നടി പുറത്തു വന്ന് പറയുമ്പോഴല്ല, അതിന് മുമ്പ് തന്നെ കോൺഗ്രസിന് വളരെ നന്നായി അറിയാം. അത് VD സതീശന് അറിയാം, ഷാഫി പറമ്പിലിന് അറിയാം. എന്നിട്ടും ഈ വളർച്ചയ്ക്ക് നിങ്ങൾ ഈ പറഞ്ഞ എല്ലാ വളവിട്ട് കൊടുത്തു. ശരി, കാര്യങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട്. കാര്യങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ ഈ അടിയന്തരമായി ഇയാളെ പുറത്തേക്ക് ആനയിക്കാനുള്ള വാക്കുകളല്ലേ ഉണ്ടാവേണ്ടത്. ഇപ്പോൾ ഇന്ന് ഷാഫി പറമ്പിലിനോട് ചോദിക്കുന്നു, ഷാഫി പറമ്പിലും ഇതേ FIR-ഇല്ലോ കേസിലോ എന്നാണോ പറയണ്ടേ? ഏതെങ്കിലും തരത്തിൽ ഡിഫൻസ് ഇല്ലാത്തവണ്ണം എക്സ്പോസ്ഡായി നിൽക്കലാണ് നിങ്ങളുടെ MLA ശ്രീ VR അനൂപ്. ഒരിക്കലുമില്ല ഹാഷ്മി. ഞങ്ങൾ സാങ്കേതികത്വത്തിൽ ഊഞ്ഞാലാടാൻ ആഗ്രഹിക്കുന്നേ ഇല്ല. പ്രതിപക്ഷ നേതാവ് ഇന്ന് പറഞ്ഞത് എന്താ ഹാഷ്മി കേട്ടതല്ലേ? പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് എന്താ? 1-ാം ഘട്ടം കഴിഞ്ഞു, അടിയന്തരമായി പുതിയ ഡെവലപ്മെന്റ്സിനനുസരിച്ച് പാർട്ടി പരിശോധിച്ച് നടപടിയെടുക്കുന്നേ. ഞങ്ങൾക്ക് ആർക്കും ആരെയും സംരക്ഷിക്കാൻ പരിരക്ഷിക്കേണ്ട ബാധ്യതയില്ല. ഞാൻ ആദ്യ ദിവസത്തെ ചർച്ച മുതൽ ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട് ഹാഷ്മി. ഇവിടെ
ഈ ഞങ്ങളുടെ നേതാവിനെതിരെ ഒരു ഗർഭത്തിന്റെ ആരോപണം വന്നാൽ ആ ഗർഭം പാർട്ടി വിരുദ്ധമാണെന്ന് പറയുന്ന CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി അംഗമായ VB ചെറിയാൻ പറഞ്ഞ കാര്യം അങ്ങനെ പറയുന്ന ആളുകളല്ല ഈ ഗർഭം പാർട്ടിയുടെ ഗർഭമാണെന്ന് പറഞ്ഞ് പ്രതിരോധിക്കുകയോ പാർട്ടി വിരുദ്ധമാണെന്ന് പറഞ്ഞ് ആക്രമിക്കുകയോ ചെയ്യില്ല. ഇതിന്റെ ഒന്നും ഉത്തരവാദിത്വം ഞങ്ങൾക്കില്ല. ഞങ്ങൾ വളരെ കൃത്യമായി നിലപാടെടുക്കും. ആദ്യഘട്ട നടപടി എടുത്തിട്ടുണ്ട്. ഈ പറയുന്ന ഡെവലപ്മെന്റ്സ് അനുസരിച്ച് അതിനോട് സക്രിയമായി തന്നെ പ്രതികരിക്കും. ഞാൻ ഒരിക്കൽ കൂടി അടിവരയിട്ട് പറയുകയാണ്, രാഹുൽ ഗാന്ധിയുടെ മനുഷ്യാന്തസ്സിന്റെ രാഷ്ട്രീയം, സ്ത്രീകളാകട്ടെ ട്രാൻസ്ജെൻഡർ ആകട്ടെ ഇരകളാക്കപ്പെട്ട ദുർബലരാക്കപ്പെട്ട മനുഷ്യരെ കേൾക്കുക, അവരെ അപമാനിക്കാതിരിക്കുക, അവരെ അപഹസിക്കാതിരിക്കുക. രാഹുൽ MLA സ്ഥാനം രാജിവെക്കുമോ ശ്രീ വി ആർ അനൂപ്? അത് പാർട്ടി ഈ ചർച്ചയിലിരുന്നു കൊണ്ട്, ഹാഷ്മിക്ക് അറിയാം, ഈ ചർച്ചയിലിരുന്നു കൊണ്ട് അത് പറയേണ്ട ഒരാൾ ഞാനല്ല. പക്ഷെ കേരളത്തിൽ ഇന്ന് പറയാൻ ഏറ്റവും അധികാരപ്പെട്ട മനുഷ്യനാരാ? പ്രതിപക്ഷ നേതാവാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്നത് കോൺഗ്രസ് നിയമസഭാ കക്ഷിയുടെ അംഗമാണെങ്കിൽ അതിൻ്റെ നേതാവ് എന്ന് പറയുന്നത് ശ്രീ VD സതീശനാണ്. അദ്ദേഹം UDF പാർലമെന്ററി പാർട്ടിയുടെ ചെയർമാനാ. അദ്ദേഹം വളരെ കൃത്യമായി ഈ തുടക്കം മുതൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നില്ല. അദ്ദേഹത്തിന്റെ നിലപാട് എന്താണെന്ന് ഹാഷ്മിക്ക് അറിയാം, എനിക്കും അറിയാം. ഈ കാര്യത്തിൽ മാതൃകാപരമായ നടപടി ഞങ്ങൾ സ്വീകരിക്കും. ശരി